സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. സോ ഗെയിമേഴ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ വന്നത് മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റ് നമ്മൾ റീ ഓപ്പൺ ചെയ്യാണ്. ആൻഡ് നമ്മളിന്ന് പുതിയ വേൾഡൊക്കെ തുടങ്ങി പുതിയ വീടൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. സോ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വീടുണ്ടാക്കാൻ വിചാരിച്ചു. കാരണം വേറൊന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചു. കാരണം അതൊന്നും കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാം കാണിച്ചു. പക്ഷേ അതെല്ലാം ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വീടുകൂടെ പണിഞ്ഞാൽ മതി. ആൻഡ് വീട് നമ്മൾ കിടിലൻ വീടായിരിക്കും പണിയാൻ പോകുന്നത്. അയ്യോ രാത്രി പൊന്നളിയാ. ഓക്കെ. ആൻഡ് എൻ്റെ സൗണ്ട് ഏറിയൊരു പ്രശ്നമുണ്ട്. ആൻഡ് ഇതിനകത്ത് കപ്പിൾസ് ഓക്കെ. പോവാനും പറ്റുന്നില്ലല്ലോ. പോളാ. ഓക്കെ, ഈ റൂം വേണ്ട. ഓക്കെ, അടച്ചോ. നമുക്ക് വേറെ ഈ വീടിനകത്ത് ബെഡ് ഉണ്ടാകത്തില്ല. എടാ എൻ്റെ വീടവിടെ. ഞാൻ ഒരു കുഞ്ഞു വീട് സ്വന്തമാക്കിയായിരുന്നു ഒരു വില്ലേജറിൻ്റെ. എവിടെയെങ്കിലും കട്ടിലുണ്ടെ കയറി കിടക്കാം. ഇതിനകത്ത് കട്ടിലുണ്ടാകത്തില്ല. അപ്പം ഇത് പോയി ചെസ്റ്റിനകത്ത് എന്താണാവോ തുറന്നു നോക്കിയില്ല. എന്താ? ലെതർ പാൻ്റ് ഉണ്ട്, നെഞ്ചു തുറന്ന സാധനമുണ്ട്, ഷൂ ഉണ്ട്. ഓക്കെ, ഷൂ എടുക്കാം. ഞാൻ മൊബൈൽ പി സിയിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും ചെയ്യുന്നതൊക്കെ. കാരണം ഞാനൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. കണ്ടോ പൊന്നെ. ഓക്കെ, അത് വാരം നടക്കേണ്ട കേസൊക്കെ പോവാം. ആൻഡ് ഇത് ഇതന്നെ അല്ല, ഇതല്ല. എന്തായാലും അട്ടോടെ കിടന്നുറങ്ങാം. അയ്യോ സുഖനിദ്ര. ആൻഡ് ഓക്കെ, സുപ്രഭാതം. ആൻഡ് നമുക്ക് എന്തായാലും ഈ സംഭവമെല്ലാം ഇടാം. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഇൻവെൻറ്റോറിയൊക്കെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഈ ഒക്കെ ഞെക്കിയാൽ മതി കീബോർഡിനകത്ത്. കിടിലമാണ്. ആൻഡ് ഈ ഫാമൊക്കെ നശിപ്പിച്ച ഞാൻ കേട്ടോ. എന്താ ചെയ്യാൻ നോക്കണേ? എന്താ? എൻ്റെ കയ്യിൽ ഷീൽഡ് ഇല്ലേ, പിന്നെ എന്തിനാ? അയ്യോ, എനിക്ക് ഷീൽഡ് എങ്ങനെ? അയ്യോ എൻ്റെ പൊന്നെ, സ്വർഗം കണ്ടിട്ടോ സമയം കൊണ്ട്. ചത്തെന്ന് വിചാരിച്ച്, പക്ഷെ ഒന്നുമില്ല. ഇതിനകത്ത് എനിക്ക് എങ്ങനെയാ ഷീൽഡ് ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ മറ്റേ ബട്ടൻ്റെ സൈസൊക്കെ ചെറുതാക്കിയിട്ട് കീബോർഡിലല്ലേ കളിക്കുന്നത്. അത് തന്നെ എനിക്ക് ശരിക്കൊന്ന് നോക്കണം. എല്ലാ സ്വിച്ചും ഞെക്കി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നമുക്ക് ഫിക്സ് ആക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഇൻവെൻറ്റോറിയൊക്കെ കണ്ടുപിടിച്ചത്. നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ പണിയാതൊന്നുമില്ല കേസ്. നമുക്ക് വീട് പണിയണം. അതുകൊണ്ട് തന്നെ കുറച്ച് മരം വേണം കേസ്, കുറച്ചധികം മരം വേണം. കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും മരം വെട്ടാം. നമ്മുടെ ഓക്ക് പ്ലാന്റ്സ് ആണ് വേണ്ടത്. എന്തായാലും ഓക്ക് പ്ലാന്റ്സ് വെട്ടിയിട്ട് വരാം. A few moments later. ഗൈസ്, ഇവിടെ ഒരു പട്ടിക്കുട്ടി. ഗൈസ്, നമുക്ക് മറ്റേ സ്കെൽറ്റനെ കൊന്നായിരുന്നു ഇവനെ സെറ്റാക്കായിരുന്നു കേട്ടോ. അവനെ കൊന്നാൽ മതിയായിരുന്നു. ആൻഡ് അയ്യോ എടാ, ഞാനവനെ ഫീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് മൗസ് അറിയാണ്ട് തട്ടിയായതാ. നമുക്ക് ഇവിടെ പോയി വിളിച്ചേക്കാം. അയ്യോ ദേ വരുന്ന. അയ്യോ എടാ കൊല്ലടാ. എടാ ഇതെന്ത് കൊല്ല്. ഇപ്പം ചാവും. എടാ ഞാനെ കൊന്നടാ. സീനില്ല, എന്നെ കൊന്നേരെ തേങ്ങ. ഞാൻ കൈ തട്ടി അറിയാണ്ട് മൗസ് ആയതാടാ. എന്നെ കൊന്നു വെറുതെ. വിഷമാവുന്നു. ആൻഡ് സീനില്ല. അത് എന്നെ കൊല്ലാൻ നോക്കി. ചാവാല് പട്ടി ചത്തോട്ട്. ആൻഡ് ഞാൻ മറ്റേ വുഡെല്ലാം കളക്ട് ചെയ്ത് ഞാൻ ആ ഭാഗമെല്ലാം ജസ്റ്റ് സ്കിപ്പ് ചെയ്തു. ആൻഡ് നമുക്ക് ബാക്കിയുള്ള പരിപാടി വെക്കാം. കിട്ടി. ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് എല്ലാ സ്വിച്ചും ഇങ്ങനെ വെറുതെ ഞെക്കി നോക്കിയതാ. നോക്കുമ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് വെക്കുമ്പോൾ ഈ സാധനം ആവുന്നു. എളുപ്പമായിരുന്നു, എന്നാലും കണ്ടുപിടിക്കാൻ കുറച്ച് നേരം എടുത്തു. ആൻഡ് നമുക്ക് എന്തായാലും ബാക്കി പരിപാടി വെക്കാം. നമ്മളതിന് അവിടെ വീടുണ്ടാക്കാനുള്ളൊരു പൊസിഷൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. പിന്നെ കുറച്ച് കല്ലൂടെ പറക്കണം കേസ്. ആൻഡ് അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടി നോക്കാം. നമ്മൾ അത്യാവശ്യം മെനയുള്ള, അതായത് ഉള്ളതിൽ വെച്ച് കുറച്ചെങ്കിലും ഭേദമായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഒരു 9 ഷേപ്പിൽ മാർക്ക് ചെയ്യാം. അതാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോയിൽ കണ്ടൊരു വീടാണ് കേസ്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഷോർട്സ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും.
സിമ്പിൾ വീടാണ്, പക്ഷെ കിടിലാണ് കാണാൻ. ഞാനുണ്ടാക്കി എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, കാരണം പുള്ളി കുറേ എക്യുപ്മെൻറ്റ്സ് പുള്ളി കുറേ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊബിൾ സ്റ്റോണും സ്റ്റെയർ കേസും അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല, പക്ഷെ റിസൾട്ട് എന്തായാലും അടിപൊളിയായിരിക്കും. നമുക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടിയ പോലെ. ലുക്കൊന്നും വേണമെന്നില്ല, പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കെന്തായാലും ഇപ്പോൾ അത്യാവശ്യം പറ്റുന്ന പോലെ സെറ്റാക്കാം. പാണ്ടാരിപ്പം തന്നെ കൈ തുടങ്ങി, മൗസ് ഞെക്കി പിടിച്ചിട്ട്. മിക്കവാറും വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും എൻ്റെ കൈ പാഴാവും. പക്ഷേ സീനില്ല കേസ്, നമ്മൾ ചെയ്തല്ലേ പറ്റൂ, നമ്മുടെ വീടല്ലേ. അയ്യോ കേസ്, ഞാൻ കുറച്ചധികം ചെയ്തു പോയി. സീനില്ല. ഏകദേശം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുകൊണ്ട് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പ്ലാൻ വരയ്ക്കൽ കഴിഞ്ഞു, നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. നമ്മൾ ഓരോ സാധനവും കൃത്യമായ അളന്ന് മുറിച്ച് പവിത്രതയോടെയാണ് ചെയ്യേണ്ടത്. അതിന് കണ്ടോ, നമ്മൾ ഇതിൻ്റെ ഇപ്പം കൃത്യം നിർത്തിയിട്ടുണ്ട്. ഓക്കെ, കൃത്യം നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെ എല്ലാം ചെയ്യേണ്ടതാണ്. ആൻഡ് നമ്മളിത് മുറിച്ച് കൊണ്ടുവന്നത്, അതായത് ഓക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ടില്ല, ഓക്ക് വുഡ്, ആ വുഡ് തന്നെ വെക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് കുറച്ചധികം വേണമെന്ന് പറഞ്ഞത്. ഓക്ക് പ്ലാങ്ക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി, പക്ഷെ ഇത് വുഡ് അങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ കുറച്ചധികം മരം വെട്ടേണ്ട ആവശ്യം വരും. ആൻഡ് നമ്മൾ 5 എണ്ണം ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇത് ബുർജ് ഖലീഫയോ? ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും 5 എണ്ണം സെറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് MLG ചെയ്യാം ഗൈസ്. ആൻഡ് റെഡി. മൂഞ്ചി. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും അടുത്ത പരിപാടിയിലോട്ട് പോകാം. അടുത്തായിട്ട് നിലത്ത് ടൈൽസ് ഇടലാണ്. സോ അതുകൊണ്ട് തന്നെ ടൈൽസിനായിട്ട് നമ്മൾ കൊബിൾ സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്മൾ നേരെ ഇതെല്ലാം വെട്ടി സെറ്റാക്കാൻ പോവാണ്. ആൻഡ് ഇത് ഷവലൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഷവൽ നമ്മൾ ഇങ്ങനെ കൈ നല്ലോണം വേനെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൈ കൊണ്ട് കളിക്കുന്ന പോലെ അല്ല, ഐ മീൻ എന്താ പറയുക, മൊബൈലിൽ കളിക്കുന്ന പോലെയല്ല. ഈ കീബോർഡ് വെച്ച് കളിക്കുമ്പോൾ നല്ല സീനാണ്. മൗസൊക്കെ ഞെക്കി കൈയൊക്കെ വേനെടുത്ത് തുടങ്ങും. ആൻഡ് നമുക്കെന്തായാലും ഇത് വയ്ക്കാം. ഇത് വെക്കണമല്ലോ, കുറച്ച് പണിയാണ്. എന്തായാലും വെക്കാം ഫുള്ള്. Three days later. ഇനി ഞാൻ സ്പീഡാക്കി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരാവശ്യമില്ല. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റീവിൽ പോയി ഉണ്ടാക്കിയതാന്ന് പറയും. അതുകൊണ്ട് തന്നെ അത് കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല കേസ്. എൻ്റെ കൈയൊക്കെ പഴമായി ഇവിടെ ഇരുന്നിട്ട്. ഞാൻ ഞാൻ കുറേ നേരത്തെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ആൻഡ് കൈയൊക്കെ പഴമായി കേസ്. എനിക്ക് വയ്യ, എനിക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ കൈയൊന്ന് സെറ്റാക്കണം. ആൻഡ് ഗ്ലാസ് ഉണ്ടാക്കുകയാണ് കേസ് ഞാൻ. കാരണം എൻ്റെ വീടിൻ്റെ മുന്നിൽ ഗ്ലാസ് ഭയങ്കര അത്യാവശ്യമാണ്. ആൻഡ് ഇതാണ് നമ്മുടെ വീട്. ഇത് ഇപ്പം കാണിക്കത്തില്ല ഓക്കെ. ആൻഡ് ഇവിടെയാണ് നമ്മൾ ഗ്ലാസ് വയ്ക്കുക. ഓക്കെ, നമുക്കെന്തായാലും ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗ്ലാസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട്
വീടിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. The evening I like ഗൈസ് വലിയ ബിൽഡപ്പൊക്കെ ഇട്ടുകയാണ് ഗൈസ്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഗൈസ്. ഇനി ഇതിൻ്റെ മേൽക്കൂരൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ വില്ലേജേഴ്സിൻ്റെ വീട് പോലെ നമ്മുടെ മേൽക്കൂരൊക്കെ ചെയ്യണം. അത് ചെയ്താലേ ഈ വീട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പക്ഷേ ഇനി ചെയ്യാനുള്ള ആവത് എനിക്കില്ല ഗൈസ്. ബിക്കോസ് എൻ്റെ കൈയെല്ലാം സീരായി. ഇത് ഫോണിൽ മര്യാദയ്ക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്തേനെ. ഇത് തീരെ പറ്റുന്നില്ല ഗൈസ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും മേലിലൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ട് ഞാൻ അയണൊക്കെ ഉണ്ട് ഗൈസ്. അയണൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണേ. ഞാൻ അയണൊക്കെ ആക്കി ഈ വീടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ. യെസ്, ഗ്രാനി ചാപ്റ്റർ 3 ലൊപ്പാപ്പൻ എൻ്റെ അമ്മൂമ്മയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യ്. ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.